പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചതോടെ ഇസ്രയേൽ ആകെ പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ നാട്ടിൽ പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് കൈമാറുമെന്ന് വിവിധ രാജ്യങ്ങൾ പറഞ്ഞതോടെ എല്ലാവരും ഒരു കൂടിനുള്ളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഇനി എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. 124 രാജ്യങ്ങളാണ് ഈ നേരിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞു വന്നത്. ഹമാസ് നേതാവ് മുഹമ്മദ് ഫൈദിനെതിരെയും അറസ്റ്റ് വാറണ്ടുണ്ട്. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളും ഗസയിലെ യുദ്ധക്കുറ്റങ്ങളും ആരോപിച്ചാണ് നെതന്യാഹുവിനും ഈ ഗാലന്റിനുമെതിരെ AICCയുടെ നടപടി എന്ന് പറയുന്നത്. ഇസ്രയേൽ കോടതിയുടെ ഭാഗമല്ല, എന്നാൽ ഇതിൽ അംഗമായ രാജ്യങ്ങൾ ഈ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് എത്തി. ICC സ്ഥാപിച്ച റോം ചട്ടത്തിൽ 6 ഭൂഖണ്ഡങ്ങളായി 124 രാജ്യങ്ങളാണുള്ളത്. ഈ രാജ്യങ്ങൾ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ അഭിഭാഷകൻ ജൊനാഥൻ ഗുണ്ടബ് പറയുന്നു. ജനങ്ങൾ അത് അനുസരിക്കുമെന്ന അനുമാനത്തിലാണ് നിയമം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും നിയമത്തെ മാനിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കാം. നിയമത്തെ മാനിക്കാത്തത് നിയമം ലംഘിക്കുന്നതിന് തുല്യമാണെന്നും ജൊനാഥൻ ഗുണ്ടബ് പറഞ്ഞു. ഈ അൽ ജസീറയോടായിരുന്നു ഇക്കാര്യം പറഞ്ഞതും. കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ രാജ്യങ്ങൾ അവഗണിക്കുന്നില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയും. ഇസ്രായേലിന്റെയും പല സഖ്യകക്ഷികളുടെയും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കം അറസ്റ്റ് വാറന്റ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ചെയ്താലും അറസ്റ്റ് എത്രയും വേഗം കാണുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ ഇനി നെതന്യാഹുവിന് ഒട്ടും സാധിക്കില്ല. അതുമാത്രമല്ല, മറ്റ് രാജ്യങ്ങളോടുള്ള സഹായം ചോദിക്കുന്നത് പോലും വിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അമേരിക്കയുടെ കോടതിയും ഇത് ബാധകമല്ല എങ്കിലും ഇവരെ ഇവിടേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവിടെ അമേരിക്കയിൽ പോയാലും പോയില്ലേലും ഒരുപക്ഷെ മറ്റു വേറൊരു രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും അറസ്റ്റ് എന്തായാലും ഉറപ്പാകുമെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തമായിട്ട് പോലീസ് ഇല്ലാത്തതിനാൽ AICCക്ക് നേരിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. 2023 യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെയും കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പുടിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ ഹാജരാക്കിയാൽ കോടതിക്ക് വിചാരണ തുടങ്ങാനാകും. അറസ്റ്റ് നടന്നില്ല എങ്കിൽ വിചാരണ ഉണ്ടാകില്ല. കുറ്റവാളികളുടെ അസാന്നിധ്യത്തിൽ വിചാരണ ചെയ്യാൻ കോടതിക്ക് അധികാരവുമില്ല. ICCയിൽ അംഗങ്ങളായിട്ടുള്ള 124 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്പിൽ നിന്നുള്ളതാണ്. 42 ആഫ്രിക്കയിൽ നിന്നും, 33 ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും, 20ഓളം തെക്കൻ അമേരിക്കയിൽ നിന്നായിട്ടും 29 രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗവുമായിട്ടാണ് പറയുന്നത്. ഇന്ത്യ ഇതിൻ്റെ ഭാഗമല്ല. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം നെതന്യാഹു സന്ദർശിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നതും പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളായ ഫലസ്തീൻ, ജോർദാൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2002 സ്ഥാപിതമായിട്ടുള്ള ICCയിൽ 2015 ഫലസ്തീൻ അംഗമാകുന്നത്. ICCയുടെ അറസ്റ്റ് വാറന്റിനെ അമേരിക്കയും ഇസ്രയേലും എതിർത്തപ്പോൾ പിന്തുണച്ച് നിരവധി രാജ്യങ്ങളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ICCയുടെ വിധി മാനിക്കുകയും നടപ്പാക്കുകയും വേണമെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞിരുന്നു. ഫലസ്തീൻ നീതി അർഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുക എന്നത് നിർബന്ധമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നത്. അന്താരാഷ്ട്ര വിധികൾ കാനഡ പാലിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ICCയുടെ ഭാഗമായിട്ടുള്ള രാജ്യം കൂടിയാണ് കാനഡ. കോടതി തീരുമാനത്തെ ദക്ഷിണാഫ്രിക്കൻ സർക്കാരും സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഈ ഫലസ്തീനിലെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും യുദ്ധക്കുറ്റങ്ങൾക്കും അപ്പുറം നീതിയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് ദക്ഷിണാഫ്രിക്ക വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള പ്രതിബദ്ധത തങ്ങൾ നിലനിർത്തുമെന്നും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദിത്തം നടപ്പാക്കാനും ആഗോള സമൂഹത്തോട് ആവശ്യപ്പെടുകയാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ICCയുടെ വാറണ്ട് രാഷ്ട്രീയ പ്രേരിതമല്ലാന്നും അത് നടപ്പാക്കുമെന്നും അല്ലെങ്കിൽ അത് മാനിക്കുകയും തന്നെ ചെയ്യുമെന്നും യൂറോപ്യൻ യൂണിയന്റെ വിദേശ തലവനായിട്ടുള്ള ജോസഫ് ബൊറലും വ്യക്തമാക്കിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ അംഗങ്ങളും അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. നെതന്യാഹുവും ഗാലന്റും തങ്ങളുടെ രാജ്യത്ത് എത്തിയാൽ
അറസ്റ്റ് ചെയ്യുമെന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൈമാറുമെന്ന് സ്വിറ്റ്സർലൻഡും അറിയിച്ചിട്ടുണ്ട്. നെതർലൻഡ്, ഫ്രാൻസ്, നോർവ, സ്വീഡൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും അറസ്റ്റ് വാറന്റിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മറികടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണ്. ഇനി ഒളിച്ചോടി പോകാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം കൂടുമ്പോൾ എവിടെ പോകുമെന്നുള്ള ചിന്തയായിരിക്കും ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും അങ്ങോട്ടേക്ക് കയറ്റാത്ത രീതിയിലുള്ള നയങ്ങൾ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനും വലിയ രീതിയിലുള്ള ആശങ്കയാണുള്ളത് എങ്ങോട്ട് പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബങ്കറിനുള്ളിൽ തന്നെ കഴിയുന്നൊരു നെതന്യാഹുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.